ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കാരണവുമില്ലാതെ നിന്നെ ആരെങ്കിലും സ്നേഹിക്കുമോ? ചോദ്യം സാത്താന്റേതാണ്. അതും ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യം. താൻ ഏറ്റവും പ്രിയപ്പെട്ടവനായി കരുതുന്ന നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷമിട്ടകലുന്നവനുമായ ഇയ്യോബിനെ കുറിച്ച് വലിയ താല്പര്യത്തോടെയാണ് ദൈവത്തിന്റെ സംസാരം. പക്ഷേ സാത്താന്റെ ചോദ്യമാണ് ഞെട്ടിച്ചു കളഞ്ഞത്. വെറുതെയാണ് ഇയ്യോബ് വലിയ ദൈവഭക്തനായിരിക്കുന്നത്. നീ അവനെല്ലാം കൊടുത്തിട്ടില്ലേ? അവന്റെ സമ്പത്ത് എത്ര അധികമായി നീ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു? എന്തിന്? ആര് തൊടുക പോലും ചെയ്യാതെ അതിന് വേലി കെട്ടി സംരക്ഷിക്കുകയല്ലേ? പിന്നെ എങ്ങനെ നിന്നോട് ഭക്തിയില്ലാതെയും സ്നേഹമില്ലാതെയും ആകുവാൻ അവന് കഴിയും? നീ ഇതൊക്കെ ഒന്ന് നഷ്ടപ്പെടുത്തി കളഞ്ഞു നോക്ക്. അവൻ നിന്നെ മുഖത്താക്ഷേപിച്ചു പറയും. സാത്താന്റെ പുച്ഛമേറിയ സംസാരത്തിനൊടുവിൽ ഇയ്യോബിനെ പരീക്ഷിക്കുവാൻ തക്കവണ്ണം സാത്താനെ വിട്ടുകൊടുക്കേണ്ടി വന്നു ദൈവത്തിന്. പക്ഷേ എല്ലാം നഷ്ടമായിട്ടും ഒരു കാരണവുമില്ലാതെ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഇയ്യോബിനെ കണ്ട് സാത്താൻ ലജ്ജിച്ച് തലതാഴ്ത്തുന്നു. ചോദ്യം വീണ്ടും ആവർത്തിക്കട്ടെ, ഒരു കാരണവുമില്ലാതെ സ്നേഹിക്കാൻ പറ്റുമോ? ഏതൊരു സ്നേഹത്തിൻ്റെയും പിന്നിൽ ഒരു കാരണം ഉണ്ടാകുമെന്നല്ലേ അതിൻ്റെ അർത്ഥം. ചില സ്നേഹബന്ധങ്ങൾ അകന്നു പോകുമ്പോൾ തിരിച്ചറിയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ സ്നേഹത്തിന്റെ അടിസ്ഥാനം സമ്പത്തും സൗന്ദര്യവും കുടുംബ മഹിമയും ഉയർന്ന ജോലിയുമൊക്കെ ആയിരുന്നു എന്ന്. സ്നേഹിക്കുവാൻ അവർക്കൊരു കാരണം വേണം. ആ കാരണം നഷ്ടമാകുമ്പോൾ സ്നേഹവും നഷ്ടമാകുന്നു. ഒരു കാരണവുമില്ലാതെ സ്നേഹിക്കുന്നവരാണ് ദൈവമക്കൾ. കാരണം ദൈവത്തിന്റെ സ്വഭാവമാണ് കാരണമില്ലാതെ സ്നേഹിക്കുക എന്നത്. ഒരിക്കൽ പോലും ദൈവത്തെ അനുസരിക്കുകയോ ദൈവ വഴികളിലൂടെ നടക്കുകയോ ഒന്നും ചെയ്യാതിരുന്നിട്ടും ഇപ്പോഴും നമ്മെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് ദൈവസ്നേഹം. നമ്മുടെയൊക്കെ സ്നേഹത്തിന്റെ കാരണം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. മറ്റൊന്നിനുമല്ല, ജ്വലിക്കുന്ന തീച്ചൂളിലിട്ട് നശിപ്പിക്കുവാൻ വേണ്ടിയാണ്. എന്നിട്ടൊരു കാര്യവുമില്ലാതെ ഒരു കാരണവുമില്ലാതെ സ്നേഹിക്കാൻ പഠിക്കണം. അങ്ങനെയുള്ള സ്നേഹത്തെക്കുറിച്ചാണ് പരിശുദ്ധ പൗലോസ്ലീഹ വാതോരാതെ പറയുന്നത്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, സ്നേഹം ദയ കാണിക്കുന്നു, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. ഇങ്ങനെ ദൈവസ്നേഹത്തെക്കുറിച്ച് പൗലോസ്ലീഹ അനവധിയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണമൊന്നുമില്ലാതെ സ്നേഹിക്കാൻ പറ്റുക, ഇതിന് വലിയൊരു അനുഗ്രഹം വേറെയുണ്ടോ? സ്നേഹബന്ധങ്ങൾക്ക് കാരണം കണ്ടുപിടിക്കാൻ പറ്റാതെ സ്നേഹത്തിന്റെ നീർച്ചാലുകൾ ഒഴുക്കുന്നവരാകുവാൻ ഏവർക്കും ഇടയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവേ, നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ? സ്നേഹമേ, നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ? നന്മകൾക്കു നന്ദിയേകാൻ എന്തു ചെയ്യും ഞാൻ? യേശുവേ, നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ അടിയ